ലെറ്റ്സ് ഗോ ഫോർ റൗണ്ട് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ടീം എ. ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഓഡിയോ ക്ലിപ്പാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. Every single day I will be fighting for you, and with every breath in my body I will not rest until we have delivered the strong, safe and prosperous America that our children deserve and that you deserve. അപ്പോ കേട്ടു, എല്ലാരും കേട്ടു. അതിനകത്ത് പറഞ്ഞ ഓരോ വാക്കുകളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടായിരുന്നു. ചില വാക്കുകൾ അതിനകത്ത് പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയോ? IELTS എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ആ കേട്ടതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് അർത്ഥം. വോയിസ് ഏതാന്ന് സാറിനെയാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ആരുടെയാണെന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതല്ലല്ലേ ക്വസ്റ്റ്യൻ? അത് മാത്രം മതി ചോദ്യം ആണോ? അല്ല, അങ്ങനല്ല. ശരി, എന്നാൽ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ ആ ചോദ്യം ചോദിക്കാം. ഏത് ലോക നേതാവിന്റെ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോ കേട്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എന്ത്? അല്ലേ? അല്ലേ? തോന്നുന്നേ അല്ലേ? അതെ, ആണെന്നാ തോന്നുന്നത്. ഓഡിയൻസ് എന്ന് തോന്നുന്നു. സത്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സൗണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കേട്ടത്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ടാസ്ക് എന്നറിയാനായിട്ട് ലെറ്റ്സ് ഗോ ടു നിലവറതൻ റാണിയായി. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ ടാസ്കിലേക്കാണ് പോകുന്നത്. ടാസ്കിന്റെ പേര് മിഠായി പെറുക്കൽ. അപ്പൊ എന്റെ മുമ്പിലായിട്ട് 3 ഡിഫറെന്റ് കളർ ടേപ്സ് ഒട്ടിച്ചിട്ടുള്ള 3 കപ്സ് ഉണ്ട്. നിങ്ങളുടെ ഗെയിം വളരെ സിമ്പിൾ ആണ്. 1 at a ടൈം ആയിട്ട് 5 ജെംസ് എടുത്തിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു കപ്സിലേക്ക് ഇടുക. ഈ ഗെയിം കളിക്കേണ്ട റൂൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 at a ടൈം ആണ് ഇടാൻ പാടുള്ളൂ ആൻഡ് ഒരു കൈയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ 45 സെക്കൻഡ്സ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കാനായിട്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മീനാക്ഷി, താങ്ക് യു. വെരി സിമ്പിൾ. മിഠായി പറക്കുക ഓൾറെഡി ഷൂയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു, റെഡിയാണ്. അപ്പൊ ഓടൂ, വാരൂ, നേടൂ, go. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, അടിയിലോ അതാത് കളറ് 1 at a time, 2, 3, 4, 5. വെരി ഗുഡ്, വെരി ഗുഡ്. 1, 2, 3, 4, 5. നെക്സ്റ്റ് വൺ. 1, 2, 3, 4, 5. കംപ്ലീറ്റ് ചെയ്തു. ഗിഫ്റ്റ് എടുത്തോ? സമയം നോക്ക്. 5 സെക്കൻഡ് കേട്ടോ. ഇനിയുണ്ട് സമയം. എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ എന്ന് കാണണ്ടേ? അതിമൊരു ഉഗ്ര കൈയ്യടി കൊടുത്ത് ഗംഭീരമായിട്ട് കളിച്ച് ഭയങ്കര കാമാണ്, ഭയങ്കര പോയിസ് ആയിട്ട് കളിച്ചു കേട്ടോ. വേറെ ഇതൊന്നുമില്ല, ഭയങ്കര ധൃതി ഒന്നും കാണിച്ചില്ല. പക്ഷെ ഇറങ്ങി വന്നപ്പം ഒരു ഇച്ചിരി ധൃതിയായി പോയി. ഒരു സാധനം കൂടിയൊക്കെ എടുത്ത് വെക്കാനുള്ള സമയം ആണ്. ടൈം നോക്കണം, അപ്പോഴാണ് നമുക്ക് പിടിച്ചപ്പോ ഇത്തിരി വലുതായതുകൊണ്ടേ വെയിറ്റ് പിടിക്കാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോ കിട്ടിയിരിക്കുന്നത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകിയിരിക്കുന്ന ഒരു ഗ്യാസ് സ്റ്റൗ. കഴിഞ്ഞില്ല. അടുത്ത സമ്മാനം വളരെ അത്യാവശ്യമുള്ള ഒരു സമ്മാനം. വെറും ഞൊടിയിടയിൽ സോഡ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സോഡ മേക്കറാണ് പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും അഞ്ചു മാതിരിയും സ്വന്തമാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ സോഡ മേക്കർ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് തന്നെയാണോ? സത്യം പറഞ്ഞ നോക്കിയില്ല. എന്തായാലും കൊള്ളാം. നീ ഇത് ആർക്കൊക്കെ ഇവിടെ വേണമെന്നൊക്കെ ഉള്ളത് ആലോചിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അത് പിന്നെ തീരുമാനിക്കാം.